ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാഗി ഫെൽ മോമോസിൻ്റെതാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇപ്പിയുടെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ന്യൂഡിൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നമുക്കിതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. തീരെ പൊടിയായി പോകണ്ട, എന്നാലും അത്യാവശ്യം പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിത് ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി, ഓവർ അങ്ങ് പൊടിഞ്ഞു പോകണ്ട, കൈവച്ച് തന്നെ ചെയ്യാം. ഇനി നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് കളർ മാറിപ്പോവേണ്ട, എന്നാലും അത്യാവശ്യം മാറണം. അപ്പോൾ നമ്മുടെ ന്യൂഡിൽസൊക്കെ ഇവിടെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ചൂടോടെ തന്നെ മാറ്റുക. ഇനി നമുക്കതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. ഇത്രയും തന്നെ ഉണ്ടായാലും മതിയാവും, നല്ല ടേസ്റ്റി തന്നെയാണ്. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിടി മല്ലിയില എന്തായാലും ചേർക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പ്. അത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് മാഗി മസാലയാണ്, നമ്മുടെ ടേസ്റ്റ് മേക്കർ. അപ്പോൾ അത് ഒരു പാക്കറ്റോളം മതിയാവും. ഓവറായിട്ട് ചേർത്ത് കൊടുത്താൽ നമ്മൾ വയറിന് കേടായിരിക്കും, കാരണം നമ്മളത് വേവിക്കാണ്ടല്ലേ കഴിക്കുന്നത്. പിന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ കെച്ചപ്പോ ഏതായാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഇതുപോലെ നമുക്ക് പിഴിഞ്ഞിട്ട് ഒഴിക്കാം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് അതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് മോമോസ് തയ്യാറാക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയും കഴിക്കാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. പിന്നെ നമുക്ക് മോമോസ് തയ്യാറാക്കാം, അതവിടെ വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം ഉപ്പാണ്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കൈവച്ചൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് കൈവച്ച് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം, നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോ ഉരുളകളാക്കിയിട്ട് നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി. നമുക്ക് അതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മാഗി ഫെൽ ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂണോളം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണ്ടിക്കും മടക്കാം. അപ്പോൾ മോമോസ് എന്ന് പറയുമ്പം ഈ ഒരു ഷേപ്പിലാണ്. മോമോസ് പല ഷേപ്പിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത വിധത്തിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാം ഞാനിതുപോലെ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാം. ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേവിച്ചിട്ടെടുക്കുക, ആവിയിൽ വേവിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. മോമോസ് എന്ന് പറയുമ്പോൾ ഫ്രൈ ചെയ്തിട്ടും ഉണ്ട്, ആവിയിൽ വേവിച്ചിട്ടും ഉണ്ട്. നല്ല ഗോൾഡൻ ബ്രൗണും ക്രിസ്പി ആകുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാഗി ഫെൽ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്